ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അറേബ്യൻ റൈസായ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബുഹാരി റൈസിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യം ഇതിലേക്കുള്ള ക്യാരറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് മീഡിയം വലുപ്പത്തിലുള്ള 2 ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞത് ചേർത്തെടുത്ത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കി കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ക്യാരറ്റ് ഫ്രൈ ആയതിനു ശേഷം 1/4 കപ്പ് കറുത്ത ഉണക്കമുന്തിരിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങളെ കയ്യിൽ കറുത്ത ഉണക്കമുന്തിരി ഇല്ലെങ്കിൽ ബ്രൗൺ കളറുള്ള മുന്തിരി ചേർത്താലും മതി. കറുത്ത ഉണക്കമുന്തിരി ആകുമ്പോൾ ഒന്നും കൂടെ ഭംഗിയായിരിക്കും കേട്ടോ നമ്മളെ ബുഹാരി റൈസ് കാണാൻ. മുന്തിരിയും കൂടി ഫ്രൈ ആയി വന്നാൽ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇത് നമുക്ക് ചോറ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇനി എണ്ണയിലേക്ക് മീഡിയം വലുപ്പത്തിലുള്ള സവാള കനം കുറച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അത് ചേർത്തെടുത്ത് ഇളക്കി കൊടുത്തൊന്ന് വഴറ്റിയെടുക്കുക. നിങ്ങൾക്ക് ഇത്ര അധികം എണ്ണ വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് എണ്ണയുടെ അളവ് കുറക്കാട്ടോ. സവാള നന്നായിട്ട് തന്നെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞത് ചേർത്തെടുത്ത് ഇളക്കി കൊടുക്കുക. ഇനി ഒരു പച്ചമുളകും 3 ഏലക്കായും 3 ഗ്രാമ്പൂ, ഒരു ചെറിയൊരു കഷ്ണം പട്ട, 1/2 സ്പൂണ് നല്ല ജീരകം, ചെറിയ ജീരകം കേട്ടോ, ഇതെല്ലാം കൂടി ചേർത്ത് ഇളക്കി കൊടുക്കുക. ഒരു മിനിറ്റിന് ശേഷം ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് വേണ്ടത് തക്കാളിയാണ്. മീഡിയം വലുപ്പത്തിലുള്ള ഒരു തക്കാളി മിക്സിയിലിട്ടിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുള്ളതാണ്. തക്കാളിയും കൂടെ ചേർത്ത് ഇളക്കി 3 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ചു വെച്ചിട്ട് തക്കാളി നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കണം. 3 മിനിറ്റിന് ശേഷം തുറന്നു നോക്കാം. അപ്പോൾ തക്കാളിയുടെ പച്ചച്ചുവൊക്കെ മാറിയിട്ടുണ്ട്. ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 2/4 കപ്പ് നല്ല ചൂടുള്ള വെള്ളം കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഞാനിവിടെ 1/2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 കപ്പ് അരിയിലേക്ക് 1/2 കപ്പ് എന്നുള്ള കണക്കിൽ 2/4 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. വെള്ളമൊക്കെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 മണിക്കൂർ ബസ്മതി റൈസ് വെള്ളത്തിലിട്ട് കുതിരാൻ വെച്ചിരുന്നു. ഇതിൽ വെള്ളമൊക്കെ മാറ്റിയതിന് ശേഷമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അരി ചേർത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. 4 സ്പൂണ് ചെറിയ ജീരകം പൊടിച്ചിട്ടുള്ളതാണ്. ഇതും കൂടെ ചേർത്ത് ഇളക്കി മൂടി വെച്ച് ആദ്യത്തെ 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കുക. 5 മിനിറ്റ് ശേഷം മൂടി തുറന്ന് ഇളക്കി കൊടുത്ത് വീണ്ടും ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ അരി കുതിർത്തോണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഒരു 15 മിനിറ്റൊക്കെ അതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കിയാൽ മതി. അപ്പോഴേക്കന്നെ വെന്തിട്ടുണ്ടാവും. 15 മിനിറ്റിന് ഡെയിലി ഇടവിട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഏകദേശം 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്നും മൂടി തുറന്ന് നോക്കാം. ഇതിലെ വെള്ളമൊക്കെ വറ്റി വന്ന് ചോറൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഇളക്കി നോക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് വെള്ളക്കടല ഉപ്പിട്ടിട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. ഇതും കൂടി ഇതിലേക്ക് ചേർത്ത് ഇളക്കി ഫ്ലെയിം ഓഫ് ചെയ്യാം. കടലയുടെ അളവ് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടോ കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് അരമണിക്കൂറിന് ശേഷം പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബുഹാരി റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ക്യാരറ്റ് മുന്തിരിയും കൂടെ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയും കൂടി ഷെയർ ചെയ്തെടുത്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും അസ്സലാമു അലൈക്കും.